പെമ്പിള്ളാരുടെ പേര് പറഞ്ഞ അടി കൂടാ നിങ്ങൾ പെപ്സി ഉപയോഗിക്കുന്നത് സാധാരണ അങ്ങനെ സംഭവിച്ചു പോയി. എടാ ഇവനെ വിളിക്കാനെ ചെയ്യാൻ താല്പര്യമുള്ള പയ്യനാണ്, അഭിനയിക്കും, വിളിക്കാനെ എന്റെ പെണ്ണെന്ന് പറഞ്ഞ അഭിനയം, സിനിമ ഇതൊക്കെയാണ്. അതിനെ പറഞ്ഞ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഞാൻ. എന്നെ പറ്റി എന്ത് സംശയമാണ് അർജുനോട് ചോദിച്ചാൽ അജു പറഞ്ഞു ഐ ലവ് യു മീനാക്ഷി. ഐ ലവ് യു ടു. ടച്ചിങ്സ് வீரல்கள் தொடவா மார்போடு கண்கள் மூடவா மலரி. വല്ലാതെ സിഗരറ്റ് വലിക്കുന്നതൊക്കെ കാണിക്കുന്നില്ല. അപ്പൊ ആന്റി അയ്യോ എന്റെ മകന് വലിക്കാൻ അറിയോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറുണ്ട് ആന്റി. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ദുൽഖർ സൽമാൻ സീർട്ട് വലിക്കുന്നില്ലേ, വെള്ളം അടിക്കുന്ന കാണിക്കുന്നില്ലേ, സീർട്ട് അപ്പൊ അത് മമ്മൂട്ടി പോയിരുന്ന സിനിമ കാണത്തില്ലേ? അയ്യേ പൊങ്ങണ്ട പൊങ്ങണ്ട, ഞാൻ ദുൽഖർ സൽമാനെ നിന്നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തില്ല. മമ്മൂട്ടിയും ദുൽഖർ സൽമാനൊക്കെ പറഞ്ഞ മഹാനടന്മാർ. CBSE പിള്ളേരും സ്റ്റേറ്റ് പിള്ളേരും തമ്മിലുള്ള 3 വ്യത്യാസം. മലയാളം അറിയാം, വായിക്കാൻ അറിയാം, തെറി വിളിക്കും. നമ്മളൊക്കെ അല്ല സ്റ്റേറ്റ് സ്കൂളിൽ കഞ്ഞിയും പയറും കൂട്ടി കുഴച്ച് അടിച്ചോട്ടം കളിച്ച് വളർന്ന പിള്ളേർ. സിനിമക്കാർ ചെയ്താ നമ്മൾ ചെയ്താ. Hi guys, welcome to Django Space and a special welcome to On Air with Meenakshi. So, ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം അസാഡോ കഫേയിലാണ്. ഒരു കായലിൻ്റെ സൈഡിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഫേ. ഫുഡുണ്ട്, ആംബിയൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ഫുഡ് ആൻഡ് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ മിസ്റ്റർ സോഡ് സിജോ സാജൻ ആൻഡ് ഫാമിലിയുടെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. എല്ലാരും ഉണ്ടല്ലോ, ചളിയടിച്ചാണ്ടല്ലോ. ഞാൻ ഈ വേപ്പില് അല്ലേ, ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും, മാതാപിതാക്കളിരിക്കും, ആദ്യം ബഹുമാനിക്കട്ടെ, അന്നേരം തന്നെ മൈൻഡ്. ആന്റി ഹായ്, വെൽക്കം. നിനക്കില്ല? ഹായ് അങ്കിൾ, വെൽക്കം. ബോയ്സിനെ ടച്ച് ചെയ്തത് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ടച്ച് ചെയ്തില്ല. അല്ല വേറെ എടാ നിന്നെ ഹായ്. അല്ല അങ്ങനല്ല, ഞാൻ പറയട്ടെ, നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഞാൻ സിജോയുടെ ഇന്റർവ്യൂ ഫാമിലി ആയിട്ട് എടുക്കാൻ വന്നപ്പോ ഇത് എല്ലാരും ഉണ്ടല്ലോ. നമ്മുടെ ഫാമിലിയാണ് എല്ലാരും. So you guys are like neighbors? Yeah, friends, family. Friends like family. Yeah, family like friends. Okay, so how long you guys have been together? മലയാളത്തിലായി ആന്റി. ഞങ്ങള് ഇതിനു മുമ്പ് ഞാൻ ഇവരെ ഈ GP റൈഡറിനെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത് വിട്ടിട്ടുള്ള മേലെ ഈ വഴിക്ക് വരരുത് പക്ഷേ ഈ വഴിക്കാണ് വന്നത്. അങ്ങനെയാണോടാ? നിന്നെ കാണാൻ വന്നല്ലേ? പറ വിശേഷം പറ. നല്ല വിശേഷം, നല്ലൊരു ഫോണ്. പിന്നെ മീനാക്ഷിയെ കണ്ടതിൽ വരാം, ഞാൻ വരാം. എന്താ എന്റെ പേര് സാജൻ എന്നാണ്. ഈ ഇവരെല്ലാം ഞങ്ങളുടെ എന്നുവെച്ചാൽ ഒരു സ്റ്റുഡിയോ ആണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് സാറിന് എല്ലാം എടുക്കാറ്. എല്ലാം നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ മക്കളാണ്. അടിപൊളി. ഇത്രയും മക്കളല്ലേ? അതെ, ഇത്രയും മക്കള് എല്ലാം കലാകാരന്മാരാണ്, കഴിവുള്ളവരാണ്. എന്റെ പേര് മീനാക്ഷി. രാജു പറഞ്ഞു കൊടുക്കടാ.
ഹലോ. ഇന്റർവ്യൂ ചെയ്യുന്ന ആള് തന്നെ പറയണമല്ലോ അതാ. ആ അല്ലാണ്ട് ആ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയണേ എൻ്റെ അടുത്ത് ആ ഒന്ന് പറയ് നീ പറ. നിനക്ക് എന്താ എന്നെ പറ്റി? പക്ഷേ ആഗ്രഹം ഞങ്ങള് കഴിഞ്ഞ തവണ ഒരു കൊളാബൊക്കെ ഇട്ടതായിരുന്നു, ഓർമ്മയില്ലേ? ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂക്ക് ഒരു വലിയൊരു കൊളാബ് കൊല്ലത്തിന്റെ ഇത് ഇവരുടെ ഇതിനകത്തില്ല ഇന്റർവ്യൂ. അപ്പൊ ഞാൻ എന്റെ ഇൻട്രോ ഒന്ന് മാറ്റി പറയുവാണ്. ആക്ച്വലി ഐ ഹാവ് കൊല്ലം യൂട്യൂബേഴ്സ് വിത്ത് മീ. നിങ്ങളുടെ കോണ്ടന്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ലൈക്ക് മോസ്റ്റ് ഓഫ് യോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പല പല ജില്ലക്കാരെല്ലാം ആന്റി അനുകരിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു കോണ്ടന്റ് എനിക്ക് വിഘ്നേഷ് എവിടെ? വിഘ്നേഷിനോടാണ് സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി. ഇതുവരെ നമ്മുടെ വിഘ്നേഷ് എഴുന്നേറ്റിട്ടില്ല. നൈസ്. അപ്പം ഞാൻ ഈ കൊല്ലത്തിന്റെ ഇത് കണ്ടപ്പോഴേ കൊല്ലത്തുള്ളവർ ഇങ്ങനെ അടി കൂടുന്ന രീതിയിൽ ഇവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്ന ആന്റി. അമ്മ പറയൂ, നമ്മൾ അടി കൂടുന്ന കണക്കാണോ വീഡിയോ? പറയാ അല്ല, ഞങ്ങള് കാണുമ്പോ കട്ട ചങ്സ് പോലെ നടക്കുന്ന തോളിൽ തന്നെ ചില സമയത്ത് അടിയും കൂടും. എന്തിനാ ഇവര് അടി കൂടുന്നത്? അടി കൂടും, പിന്നെ പെപ്സി കുടിക്കാൻ നേരം അടി കൂടും. പെമ്പിള്ളാരുടെ പേര് പറഞ്ഞ അടി കൂടാറുണ്ട്. അതില്ല. അത് അതിന്റെ മുമ്പിൽ അടി കൂടാറല്ലേ? പിള്ളേരൊക്കെ അവർക്ക് ഓരോന്നോ സെറ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അടി കൂടത്തില്ല അവര്. ആന്റിയുടെ മോന് പ്രണയം ഉണ്ടോ? പ്രണയം ഉണ്ട്. ബ്രേക്കപ്പ് ആയോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. സെറ്റപ്പായി. ബ്രേക്കപ്പ് ആയോന്ന് പറയാമേ. ഓ ആന്റിക്ക് വേണ്ടി അറിയാം എടാ. സീരിയസ്ലി വിഷമമാണോ അതിന്റെ മുഖത്തൊരു ചെറിയ? ഇല്ല അല്ലേ? നല്ല പെങ്കൊച്ച് വരും വരും. ആ പറ ആന്റി. ഇപ്പൊ എങ്ങനെ ലേസിന് വേണ്ടി അടി കൂടുന്നത്? ലേസിന് അടി കൂടും. ഞങ്ങളാ പെപ്സി കൊണ്ടുവന്ന അതിന് പിടിവലി കൂടും. അത് പെപ്സി ഒരു വികാരമായി. എന്തിനാണ് നിങ്ങൾ പെപ്സി ഉപയോഗിക്കുന്നത് സാധാരണ? അല്ല, ഞങ്ങൾ ഇങ്ങനെ വേറെ ചില പാനീയങ്ങളിലും കൂടെ മിക്സ് ചെയ്ത് കൂടെ കഴിക്കാറുണ്ട്. പെപ്സി കുടിച്ച് ആശുപത്രിയിലായി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ ഇല്ലേ ഇല്ലേ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാതിരിക്കുന്നതാ നല്ലതെന്നാണ് ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ പെപ്സി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മള് പെപ്സി അല്ലാണ്ട് മന്തിയുടെ കൂടെ അല്ലേ? നല്ലവനായ ഉണ്ണി അല്ലേ? പറ. അല്ല, പെപ്സി സാധാരണ ഉപയോഗിക്കുന്നത് പെപ്സി നമ്മൾ ദാഹം വരുമ്പോ കുടിക്കും. ചൂടത്തൊക്കെ പെപ്സി നിങ്ങൾ ഒന്നിനെ കൂടെ മിക്സ് ചെയ്ത് കുടിക്കുക. പെപ്സി എങ്ങനെ അമ്പലപ്പറമ്പുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇല്ല ഇല്ല ഞാൻ വേണ്ടേ? മനസ്സിലായി ഏതാ മിക്സ് ചെയ്ത? ഇല്ല, എനിക്ക് ദുശീലമൊന്നുമില്ല. ഞാൻ പെപ്സി കുടിക്കും, ഫിസ് കുടിക്കും, പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പച്ചവെള്ളം നല്ലത്. ഇടയ്ക്ക് കട്ട സപ്പോർട്ട് മമ്മിയല്ലേ? പറ ആന്റി. ആന്റി പിള്ളേരോടൊപ്പം ഇങ്ങനെ കട്ട ചങ്കായിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണോ? ആ ആന്റി പേര് പറഞ്ഞില്ല കേട്ടോ. എന്റെ പേര് സുജാ സാജൻ. സുജാ, ഒന്ന് കൈയടിക്കാം നമുക്ക്. മമ്മിയാ. അങ്ങനെ സംഭവിച്ചു പോയി. അങ്കിളെ വിധി എനിക്ക് എടാ, വിധി കൊണ്ടല്ലേ നീ ഇപ്പൊ ഇവിടം വരെ ഇരുന്നത്. എന്റെ വിധിയാ നീ. അതെ. നിങ്ങൾക്കുള്ള ഇന്റർവ്യൂ ആന്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അങ്ങനെ പറയാൻ പാടുള്ളൂ, ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ അറിഞ്ഞതുപോലല്ല എന്നാ വരുന്നെന്നുള്ളത്. ഇന്റർവ്യൂ വരുന്നു എന്ന് മാത്രം പറഞ്ഞു, എന്നാ ഡേറ്റ് എന്ന് പറഞ്ഞില്ല അല്ലേ? ആ ഇതൊക്കെ എന്റെ ഉള്ളിൽ നിന്ന് വന്നതാ. അല്ല എന്നാലും ഞാൻ എടാ നിന്നെ ഒന്ന് പോക്കാൻ പോവാന്നേ. ആന്റി മക്കൾ ഓക്കെ ഇത്ര വലിയ സ്റ്റാർസ് ആയി നിൽക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ്? എടാ ആ മൈക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഷർട്ട് കൊടുത്ത മൈക്ക് കൊടുത്ത. എന്താ തോന്നുന്നേ ഇവർ ഇത്ര വലിയ നിലയിൽ എത്തി നിൽക്കുക? അത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. മിമിക്രി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അഭിനയം ഭയങ്കര ആഗ്രഹം, പാഷനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇവൻ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നു.
കാരണം ഇവ ഇങ്ങനെ അഭിനയിക്കുകയോ അങ്ങനെ ഒരു ഇതുമില്ല, ഒരു ടച്ചും ഇല്ല, ഒരു കഴിവുമില്ല. ഒരു കഴിവില്ല. അല്ലല്ല, കറക്റ്റാണ്. ഇവന് ഈ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായോ? അപ്പൊ യൂട്യൂബിന്റെ സാധ്യതകളെ കുറിച്ച് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ, നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുമോ, ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവന് പിന്നെ ഗൾഫിൽ പോയിട്ട് ഇവിടെ നേരെ തിരിച്ച് ഇവിടെ വന്ന പാർട്ടിയാ. ഗൾഫിൽ പോയി 15 മാസം നിന്നു. അപ്പൊ ഇയാള് അല്ലല്ല, ഇയാള് അത്രയും പ്രായമൊന്നുമില്ല. അതല്ല, ഇയാള് ഗൾഫിൽ പോയിട്ട് പിന്നെ ഇയാളെ കൂട്ടുകാരനോട് ചേർന്ന് അവിടെ പോയി രക്ഷപ്പെടാന്നുള്ള രീതിയിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ കൊടുത്ത് പോയി. എന്തിനാ പോയെന്നറിയോ? പമ്പിൽ നിന്ന് എണ്ണ അടിക്കാൻ. ശമ്പളവും കുറവായിരുന്നു, ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അവിടെ ടാങ്കിനകത്തൊക്കെ വീണുപോയി. പെട്രോൾ ടാങ്ക്, വലിയ ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയി തെന്നി വീണ് ഇവിടെയൊക്കെ മുറിഞ്ഞ് ഒരുപാട് പേനെടുത്ത്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ് ഞാൻ വരുന്നില്ല, എനിക്ക് മതിയാക്കി വരുവാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പോയ പൈസയൊക്കെ തിരിച്ചയച്ചു തന്നു, കുറച്ച് അധികം പൈസ അയച്ചു തന്നു. അവിടുന്ന് നിനക്കൊരു ആപ്പിളിൻ്റെ ഫോണും മേടിച്ചുകൊണ്ടെങ്കിൽ വരുമായിരുന്നു. എന്താ പ്ലാൻ നമുക്കറിയത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ ആ സമയത്ത്. അപ്പോൾ ഇതിനൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതിനൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വണ്ടി ഓടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പിക്കപ്പ് വണ്ടിയുണ്ട്, പെട്ടിയാട്ടോ, എയ്സ്, പിന്നെ അങ്ങനെയുള്ള വണ്ടിയുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതോട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഓട്ടം കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതുമായിട്ട് അങ്ങ് നടക്കുക. അപ്പോഴത്തേക്ക് ഞാനായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ എൻ്റെ സാധ്യതകൾ. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറയുമായിരുന്നു. അപ്പം ഇതൊരു വീഡിയോ ഞാൻ കണ്ട് അപ്പോഴത്തേക്കാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയത്. അത് പിന്നെ മാലിക്കോട്ടാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് സംഭവം അവർ തൊട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് കൂടുതൽ എല്ലാവരും അവിടെ സ്വന്തമായിട്ട് ഇവനൊക്കെ സ്വന്തമായിട്ട് ടിക്ടോക്കിൽ ഇതിനൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. പിന്നെ അല്ല, അപ്പോൾ ഈ മാലിക്കിൻ്റെ ഇത് ചെയ്തപ്പോഴാണ് ഇതിനകത്ത് ഇതിനൊക്കെ അഭിനയിച്ചിടാമല്ലോ എന്നുള്ളൊരു. അതുവരെ ഞാനും മൊബൈൽ ഫോണിൽ യൂട്യൂബൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോഴത്തേക്ക് ഇത് നല്ല സാധ്യതയുള്ള സംഭവമാണല്ലോ. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ വണ്ടി അങ്ങ് വിറ്റു. പിന്നെ ഒരു വണ്ടിയേ ഉള്ളൂ, അയാൾ വണ്ടി ഓടണ ഫുൾ ടൈം അത് ചെയ്തോട്ടെ അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മുടെ കഴിവുകൾ. അപ്പൊ ഞാൻ അപ്പോഴത്തേക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോയിലൊന്നും. അതെ അതെ. അപ്പൊ ഇത് കുട്ടികളുടെ പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമുക്കും അതിനകത്ത് സാധ്യത ഉണ്ടല്ലോ, അഭിനയിക്കാമല്ലോ. അപ്പൊ നമുക്ക് പോയ നഷ്ടബോധം, അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സിനിമയിലും എന്റെ മോൻ്റെ കൂടെ അല്ല അഭിനയിച്ചത്, എല്ലാം അല്ലെങ്കിൽ ഇവൻ അന്ന് വന്നപ്പോ പറഞ്ഞ ഇവനെ കണ്ടിട്ട് എല്ലാവരും വീഡിയോ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവ മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും ഇതാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയത് എന്റെ വീഡിയോക്കകത്ത്. അപ്പം മിക്ക വീഡിയോയിൽ കൂടുതൽ എന്റെ വീഡിയോയാണ് ഏറ്റവും കൂടുതൽ ഉള്ളവര്. അപ്പൊ മിക്ക ആൾക്കാരും എന്റെ സ്വന്തം എന്റെ അമ്മയൊക്കെ തന്നെയാണ്. വിഷ്ണു പോർക്കുളം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, വന്നതിന് ശേഷമാണ്. ഇവരെല്ലാം കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലമീനാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ പോലെ അല്ലമീൻ അല്ലമീനൊക്കെയാണ് നമ്മളെയൊക്കെ കൊണ്ടുവരുന്നത്. എല്ലാരെയും ഒരു കാര്യം പറയട്ടെ ബ്രോ, ഒരു നല്ല 2 വാക്ക്. ഞാൻ ടിക്ടോക്ക് മൈക്കിലൊന്ന് പറയടാ. മൈക്ക് പറ. ഫസ്റ്റ് എന്റെ കണ്ടന്റിലോട്ട് തിരിച്ചത് അലമീനയ്ക്ക്. പേരും കൂടെ പേര് അമ്പാടി. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പൊസസീവ് ബോയ് എന്ന് പറയും. നല്ല അഭിനയം. You are very possessive. Why do you say so? രണ്ട് വാക്ക് പറയാനുണ്ട്. എക്സ്ക്യൂസ് മീ. ചെറിയൊരു പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇട്ട പേരാ. You are ഏട്ടായി. അത് 2019 പിന്നെ എല്ലാം മാറി തിരിഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ, ഇങ്ങനെയല്ല ഇന്നതാണ് കാര്യങ്ങളൊക്കെ. അല്ല, അങ്ങനെ പൊസസീവ് ആയിട്ട് ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? നീ പറ, അതിനൊക്കെ പറയാനുണ്ടാവും. അത് റൊമാൻറ്റിക് തിങ്കറാ. അല്ല, എന്റെ പേര് റൊമാൻറ്റിക് തിങ്കർ എന്ന ഇൻസ്റ്റയില്. പേരെന്താ? വിഷ്ണു. അച്ഛനും വിഷ്ണു തൊട്ട് അവനെ ഇട്ട പേര് റൊമാൻറ്റിക്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അവരടുത്ത് ഇരുന്നത്. അല്ല, പിന്നെ ഞാൻ തിരിച്ചു വരും കേട്ടോ. ഞാൻ വരുവടാ. പറ, എന്താണ് പൊസസീവ് ആയിട്ട് ഇവൻ ചെയ്യുന്ന? എന്തുവാ ഇവൻ ഫുള്ള് പൊസസീവ്.
ഇല്ല അങ്ങനൊന്നുമില്ല. പൊസസീവ്നെസ് ഒരു 3 വർഷം മുന്നേ ആയിരുന്നു. പിന്നെ നമുക്ക് കാലം മാറുന്നതും നമ്മൾ എന്താന്ന് പിള്ളേരെ കിട്ടാതായപ്പം മാറി. അല്ല, ചെയ്ത പൊസസീവ്നെസ് എന്തായിരുന്നെന്നൊന്ന് പറ. അതായത് ഷോൾ ഇടാണ്ട് അങ്ങനെയാണോ? പുറത്തിറങ്ങി കഴിഞ്ഞാ അങ്ങനല്ല. ആ കാലത്ത് ഇപ്പം നമ്മളെ 2018-19 കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ മാത്രം അടങ്ങിയിരിക്കണം. അല്ല സെയിം ഏജ് ആയിരുന്നു. അപ്പൊ അതൊക്കെ പോയി. പിന്നെ എനിക്ക് മനസ്സിലായി, റിലേഷൻ പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനല്ല കാര്യങ്ങൾ. മീനാക്ഷി എല്ലാരും നമ്മളെ കണക്കല്ല, ഇപ്പൊ നോക്കും. മനസ്സിലായി ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. Okay, now coming back to Al-Amin. Happy അല്ലേ? അല്ല സൂചിപ്പിക്കല്ല നമ്മള് പേരൊന്ന് പറ. പേര് ഹരിഹരൻ. PG അല്ല KP. sorry, KP. ഓക്കെ അച്ഛനാ. ഇവരെല്ലാം വിളിക്കും. അപ്പൊ ഞാൻ ടിക്ടോക്ക് ഒക്കെ കഴിഞ്ഞ് പള്ളി മുക്കി ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അല്ലമിനിക്കെ കാണുന്നത്. ഇക്കാലത്ത് പറഞ്ഞ് നിൽക്കുക എന്തെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വിളി. കാരണം ആ സമയത്ത് വീഡിയോ തന്നെ പറഞ്ഞ് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. പറഞ്ഞ് മോനെ വിളിക്കാം, ഞാൻ സീരിയസ് വീഡിയോ ചെയ്യുന്നത്, നീ എന്തെങ്കിലും കൂടെ വന്നു പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ ഇവരെ എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നത്. അതേവരൊന്നും കണ്ടിട്ടില്ല. ഒക്കെയാണ് സിജോട്ടനെയും വിഘ്നേഷിനെയും ബോങ്കോ എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നത്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയും, എടാ ഇവനെ വിളിക്കാനെ ചെയ്യാൻ താല്പര്യമുള്ള പയ്യനാണ്, അഭിനയിക്കും, വിളിക്കാനെ അഭിനയിപ്പിച്ച് നമ്മള് അഭിനയിപ്പിച്ച് നമ്മളിപ്പോ ഈ ലെവലിൽ ഈ ലെവലിൽ എത്തി. അതിന് കാരണം നമ്മുടെ അല്ലമിനിക്കയാണ്. ഇനി ഇക്ക പറയാം 2 വാക്ക്. ഒരു മിനിറ്റ്, വീണ്ടും തിരിച്ചു വരാം. തമ്പാനല്ലേ കണ്ണാടി ഒന്ന് വെച്ചേ. ഈ കണ്ണാടി വെക്കണം. പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല അല്ല, അവന് വേറെ പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു. മൂപ്പരെ കാണാൻ ഇവിടെ നിന്ന് ഒരു ടൊവീനോന്റെ ചായ സത്യം അതെല്ലാരും പറയാറുണ്ട്. അങ്ങനെയല്ല, എന്റെ വീഡിയോ താഴെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ടൊവീനോ ഒരു കട്ടുണ്ട്. നീ പോവാതെ ഇവിടെ സ്ഥലം തരാൻ വേണേ. ഇല്ലല്ല, ചില പെൺകുട്ടികൾ അങ്ങനെ ആണല്ലേ? ഇവരുടെ ഇടയിലെ മറ്റേ ദ മോസ്റ്റ് പ്ലേഫുൾ റൊമാൻറ്റിക് ബോയ് ആരാ? പെൺകുട്ടികളുടെ ഒക്കെ മനം കവർന്ന ഇവരങ്ങനെയാണ് പറയുന്നത്. നീ അന്നുണ്ടായിരുന്നില്ലേ? നീ അന്ന് ഇവനായിരുന്നു പെൺകുട്ടികളുടെ മനം കവർന്ന. അതാരാണ് പെൺകുട്ടികളുടെ അതെ മേക്കപ്പിന്റെ ഒക്കെ പവർ പറയൂ പറയൂ. പെൺകുട്ടികളുടെ മനം കവരുന്ന ഇതിനെ പറ്റി അഭിമന്യു പറയൂ. മനം കവരാനോ അങ്ങനൊന്നുമില്ല. അതൊക്കെ ഇവര് പറഞ്ഞുണ്ടാക്കുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കവരുന്ന ആളാണ്. അല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരുപാട് പ്രണയാഭ്യർത്ഥനകളൊക്കെ വരുന്നുണ്ടാവില്ല ഇൻസ്റ്റഗ്രാമില്? അല്ല മീനെ വേറെ തുടക്കുന്ന കണ്ടിട്ട് അതൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. വരുന്നില്ലേ? ആരും പുറത്ത് പറയാതെ. എനിക്ക് പെണ്ണുമില്ല പടക്കോഴിയില്ല. ഞാൻ എന്റെ പാട് നോക്കി അഭിനയിച്ച് ജീവിച്ച് ഞാൻ എന്റെ പെണ്ണെന്ന് പറഞ്ഞ അഭിനയം, സിനിമ, ഇതൊക്കെയാണ്. അതിനെ പ്രണയിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഞാൻ. ഇതിനൊക്കെ എന്റെ അടുത്ത് വെച്ചിക്ക ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇക്ക ഈ കോച്ച് എനിക്ക് ചേരി വെക്ക, എന്റെ കൈ നിൽക്കു വെക്ക. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ പറയുന്നില്ല ബാക്കിയൊന്നും. ആ കൊച്ചിന് ഒരു ഡിമാൻഡേ ഉള്ളായിരുന്നു, 2 നേരം കുളിക്കണം. അത് ശരി കുറവാ, അത് പറ്റാത്തോണ്ട് നിർത്തി. അജുമുത്ത്, നീ എന്താടാ സൈലന്റ് ആയിരിക്കുന്നത്? ഇത്രയും പേര് ഇരിക്കില്ലേ, എല്ലാവർക്കും സ്പേസ് കൊടുക്കണ്ടേ? സൈലന്റ് ആണോ? അങ്ങനെ പറയാൻ കാര്യം, അങ്ങനെ ഒരു പ്രസ്താവന. അത്രയും കഴിവുള്ളവനാണോ നീ? ഇത്രയും കഴിവുള്ള പിന്നെ പുള്ളി നടക്കുന്ന പറയുന്നത് കാണത്തില്ല.
എവിടെ പോകുന്നത് ഈ ഒരു മാസം? എനിക്ക് ബാംഗ്ലൂർ പോകും, എറണാകുളം പോകും. ബാംഗ്ലൂർ എന്താ ഗേൾഫ്രണ്ട് ഉണ്ടോ അവിടെ? ഞാൻ ചുമ്മാ ചില്ല് എൻജോയ് അടിച്ചോളി. പറയാൻ പറ്റില്ല, ഇനി വല്ല ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും അവിടെ അതൊന്നും ഇവിടെ വെളിപ്പെടുത്താതെ You cheat. ആരാ അത്? ഞാനെന്ന് വെച്ചപ്പോഴും പറ കേക്കട്ടെ. ഞാനെന്ന് വെച്ചപ്പോഴും വൈബായി നടക്കുന്നതാണ്. എനിക്ക് എപ്പോഴും ചില്ല് ചെയ്ത് ബാംഗ്ലൂർ, എറണാകുളം അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഓ, നിന്റെ വൈബുകളൊക്കെ അവിടെയാണ് കിടക്കുന്നത്. അല്ല, ആ വൈബല്ലേ. എന്താ ആന്റി? എന്താടാ മീനാക്ഷി? മൈക്ക് ഇവിടെ എന്നെ പറ്റി എന്ത് സംശയം അജുനോട് ചോദിച്ചാൽ അജു പറഞ്ഞു തരും. Height 6. What? You think I'm 6? ഇല്ല 5, yeah. I'm 5'2". 5. നമ്മൾ മാറ്റാണോ നോക്കണം? ടച്ചിങ്സ് കഴിച്ചൂടെ കൂടുതലുണ്ട്. അവര് ആട് ജീവിതത്തിലെ ടീംസിനൊക്കെ അജു ബോംബെ 2 ദിവസം ഫുഡ് കഴിക്കാതിരുന്നായിരുന്നു. അവനായിട്ട് ഫോട്ടോ കൊളാബിട്ട് എല്ലാം ചെയ്തു. നമ്മൾ ആട് ജീവിതത്തിലെ മറ്റേ ആഫ്രിക്കൻ ആക്ടർ ഉണ്ടല്ലോ, പുള്ളിയെ കെട്ടിപ്പിടിച്ചാൽ ഭയങ്കരമായിട്ട് മനം നൊന്നിരുന്നു അജു ബോംബെ. കാര്യം നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു വിഷമം, അപ്പൊ നമ്മള് സ്വന്തം വിഷമമായിട്ട് കണ്ട് ഇയാളെ കാണുമ്പോ പറഞ്ഞു വെച്ചിരുന്നായിരുന്നു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ കെട്ടിപ്പിടിച്ച് പോയതാ. അവനും ഒരു പടം നികത്തി കൊടുത്താൽ മതി. ഒരു ഹഗ് ഒന്ന് മന്തി മന്തിടേ. ഒരു കൂട്ടുകാരൻ നിലയ്ക്ക് എന്നെ കൊണ്ട് കെട്ടിപ്പിടിച്ചാണ് അവര് നല്ല കെട്ടിപ്പിടിക്കാൻ. ഇത് ഞാൻ പറഞ്ഞാല് ഇപ്പൊ നമ്മള് യൂട്യൂബിൽ അഭിനയിക്കുന്നോണ്ട് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് എടുത്തു വെച്ചിട്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങനെ ആൾക്കാര് എനിക്ക് ഭയങ്കര ഇഷ്ടമായതെന്നറിയോ? നമ്മുടെ കൊടുമോൻ പോറ്റി. ഒന്ന് കൈ എടുക്കാം. ചെറിയ രീതിയിൽ പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, പണ്ടത്തെ നാടക നടനായിരുന്നു, അതാണ് ഇത്ര പെർഫെക്ഷൻ ആയിട്ട് സംഭവം വന്നത്. ഞാൻ പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാജേഷ് ശർമ്മ അറിയോ? രാജേഷ് ശർമ്മ ആക്ടറെ ഞാൻ പറയാം, പറഞ്ഞു അറിയോ? ബെന്നിനകത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സോപാനത്തിലൊക്കെ. പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിന്റെ ഭാരത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടൊന്നും പോകാനോ പിടിക്കാനോ ഒന്നും. തീർച്ചയായിട്ടും എന്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യണം. സിനിമയിൽ തല കാണിച്ചിട്ടുണ്ട്. ബേസിൽ സാറിന്റെ സിനിമയിൽ ഒരു 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് അല്ല, ഒരു പടത്തിൽ ചെയ്ത് പിന്നെ മാസ്റ്റർ പീസിനകത്ത് നടികർ തിലകത്തിൽ ഉണ്ടായിരുന്നു എന്റെ മുണ്ട് ഷർട്ടും. നടികർ തിലകത്തിൽ നമ്മളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ചെയ്ത പടത്തിൽ കുഴപ്പമില്ല. പിന്നെ കൃഷ്ണകുമാരൻ 4-5 പേരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു സീനാണ്. പാട്ടും ഡാൻസും ഉണ്ട് അതിനകത്ത്. അടിപൊളി. അപ്പൊ അത് തിയേറ്ററിൽ വരുമ്പോ വെള്ളിത്തിരെ കാണാം എന്നുള്ളത് ആഗ്രഹമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ സിനിമ മതിയായ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു നല്ലൊരു വേഷം ഒരു അതെ ആന്റി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. മറ്റേ നമ്മുടെ സിജോ ആണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ഇതൊക്കെ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ആന്റിയുടെ മകനെ പറ്റി 2 വാക്ക് പറയുകയാണെങ്കിൽ? മകൻ വീട്ടിൽ അല്ല, ഇതൊക്കെ ഈ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ചീന്തി എടുക്കുന്ന ഏടുകളാണോ നമ്മൾ കണ്ടന്റായി കാണുന്നത്? മീൻ മേടിക്കാൻ മുതൽ അവസാനം എന്നെ പറ്റി പറയാനാ പറഞ്ഞു. നല്ല വാക്കുകൾ പറയാം. നടക്കുന്ന തന്നെ എന്റെ കൂടെ എപ്പോഴാ മടി കൂടും, എന്നാലും ഭയങ്കര സ്നേഹവുമാ. അമ്മ മോനാണ്, മോമീസ് ബോയ്. അല്ല, അമ്മ മാത്രമേ വിളിക്കാറുള്ളൂ എല്ലായിടത്തും പോയാ. മോളുടെ കാര്യം കൂടെ പറയണം കേട്ടോ. മോളുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് സിജോ, ഇളയത് സിജിമോള്. പാട്ടുകാരിയാണ്.
മ്യൂസിക് ടീച്ചറാണ്, BA മ്യൂസിക് പഠിച്ച ആളാണ്. വാവ്. ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. എടാ, എന്നാ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് കേൾക്കാം. എല്ലാ പരിപാടിയിലും ആണല്ലേ? അഭി മലരെ മൗനമാ പാടും. മറ്റേ സാധനം പാടിയതാ. എന്റെ തൊണ്ട വയ്യ. ഒരു ഗൈസ്, അടുത്തതായി കൊല്ലം യൂട്യൂബേഴ്സിലെ സുപ്രസിദ്ധ ഗായകൻ അഭിമന്യു അവതരിപ്പിക്കുന്ന ഗാനമേള. അയ്യേ, ഇതെന്ത് കയ്യടി? നീ പാടുന്നുണ്ടോ? ഞങ്ങളൊരു വെറൈറ്റി മിമിക്സ് ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടർ റിവീൽ ചെയ്യുന്നൊരു സോങ്. ക്യാരക്ടർ റിവീൽ ചെയ്ത സോങ്. ഓക്കെ ഓക്കെ. അപ്പൊ കുഡോസ് ടു അഭിമന്യു ആൻഡ് സിജോ. ഒരു ഡിബേറ്റ് ആണ്, ഡിബേറ്റ് മിമിക്സ് ഡിബേറ്റ്. പെണ്ണിന്റെ ആര് പാടും? സർപ്രൈസ് സർപ്രൈസ്. സർപ്രൈസ് എലമെന്റ്. ഓക്കെ ഓക്കെ, ഡൺ ഡൺ ഡൺ. തുടങ്ങി. എല്ലാം പൊളിച്ചത്. ഇതിന് സ്റ്റോറി കാണാറില്ലുണ്ടോ? ഓക്കെ അല്ലേ? പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ந்து വന്നതോ, மீதி ஜீவன் என்னை காத்த போது கண்டதோ, ഏതു സുഖം ഉള്ളൂരുതേ, ஏதோ மனம் தள்ளாடுதே, ഏതു സുഖം ഉള്ളൂരുതേ, ஏதோ மனம் தள்ளாடுதே, വിരൽകൾ തൊടവാ வியந்தே நினவா, മാർബോട് കൺകൾ മൂടവാ മലരേ, മൗനമാ. ഏതായാലും കൊള്ളാം, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ? ഓ, വല്ലാതെ കഴിവേറിയാൻ തന്നെ. കഴിവേറിയ അങ്ങനല്ല, നിങ്ങൾ കണ്ടുപിടിച്ച വാക്കല്ലേ? നിങ്ങൾ കണ്ടുപിടിച്ച വാക്ക്. ആ, അത് ബോഗോയ്ക്ക് പാട്ട് പാടണം. ബോംബോ റാപ്പ് പാടും, റാപ്പ് 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 പാടും. നിന്റെ നെറ്റിയിലെന്തോ, നിന്റെ നെറ്റിയിലെന്തോ. പാടുപെട്. മറ്റേ റാപ്പ് ഇറക്കി വിടറോ? കുതന്ത്ര തന്ത്ര മന്ത്രം. പാടടാ പാടടാ പാടടാ. അല്ല, എനിക്ക് അറിയില്ല. അല്ല, ഞാനൊരു കാര്യം- ആരെ മിമിക്രി ചെയ്യുന്നേ? ആരെ മിമിക്രി ചെയ്യുന്നേ? എടാ, എനിക്ക് വേണ്ടി വെള്ളം എടാ, അത്ര ഒരു ഡയലോഗ് മതി. എനിക്ക് വേണ്ടി. ഇത്രയും പ്രിയപ്പെട്ടവളും. കൊതുക് മൂടുന്ന സൗണ്ട്. എന്നാന്ന്? കൊതുക് മൂടുന്ന സൗണ്ട്. ഇതാ, സബ്ടൈറ്റിൽ അല്ല, ഇടാം. നീ എന്നെ ഇംപ്രസ് ചെയ്യണം. ടാസ്ക്. ഇല്ല, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. ഇംപ്രസ് ചെയ്യുന്നില്ല. ആ, എന്നെ ഇംപ്രസ് ചെയ്യണം. ആദ്യമായിട്ട് എന്താ നിന്റെ കയ്യിലുള്ളത്? ആദ്യമായിട്ട് എന്ത്? ഞാൻ മറന്നു കളി അതൊക്കെ. എന്തിനാണ് നീ ഇംപ്രസ് ചെയ്യാൻ പോകുന്നത്? എന്തേലും പറഞ്ഞോ, സംസാരിച്ചോ, കാണിച്ചോ? പറഞ്ഞു സംസാരിച്ചു. ഇടപഴകൽ കാണിക്കണ. അല്ല, അങ്ങനെ എന്തും കാണിക്കാൻ പറ്റത്തില്ല. വേണ്ട വേണ്ട വേണ്ട. ഈ കൊളാബ് കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് പോസ്റ്റ് ഇട്ട നിന്റെ സ്വന്തം മീനാഴ്ചയായിരുന്നു. നീ അത്ര വലിയ തലങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? മേഡം, ഞാൻ ഓപ്പൺ ഐ ലവ് യു മീനാക്ഷി. ഇത് എത്ര ഐ ലവ് യു ടു. ഇത് മറ്റേ ഇന്റർവ്യൂ കാര്യം പറഞ്ഞില്ലേ? എടാ, ഇനി മിമിക്രി, ഇനി മിമിക്രി. മതി മതി, ഇത്രയും എടാ, ഇത് മറ്റേ അവര് കാണത്തില്ലേ? ഇത് മറ്റേ ഇന്റർവ്യൂ. ആ, എടാ, കൊതുക് മൂടുന്ന സാധനം ഒന്ന് കേൾപ്പിച്ചേടാ. അത് വെറൈറ്റി ആയിട്ട് വന്നു. ആ മൈക്കിന് ആ പ്രദേശത്തേക്ക് പോകരുത്. എടാ, ഞാനൊന്ന് വേറെ impress നല്ലൊരു ആയി പാട്ടുകാരനുണ്ട്. നല്ലൊരു പാട്ടുകാരനുണ്ട്. അമ്പാടി. ഓ, മിസ്റ്റർ പൊസസീവ് ബോയ് ഒരു പാട്ട്. ഏത് പാട്ടാണോ? എടാ, ഞാൻ ഓക്കെ. പണ്ടത്തെ പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, തേനായൊരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ, അറിയാതെ വന്നു തഴുകുന്നു നനവാർന്ന പൊൻകിനാവ്, അണയാതെ എന്നിലെരിയുന്നു കനവാർന്ന നോവ്, ഉണരുകയായുയിരുകിരും മുരളികയിൽ ഏതോ ഗാനം പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. സൂപ്പർ
സൂപ്പർ അടിപൊളി. ഇല്ല ഹൈലൈറ്റ് പാട്ട് പാടിത്തരാം. പാട്ടിന്റെ കിക്കിനെ പാട്ടിന്റെ കിക്കിനെ മതി 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 ഇങ്ങനെ ഇവന് പാട്ടിന്റെ കിക്കിനെ അവന് എടാ നീ വെള്ളക്കിട്ട് നല്ല ഭംഗിയുണ്ട്. എന്താ പേരെന്താ? ഞാൻ ഗായകനൊന്നുമില്ല. അത് കുഴപ്പമില്ല, പേര് പറ. എന്റെ പേര് അലി സാബ്ജാൻ. അലി സാബ്ജാൻ. അലി സാബ്ജാൻ. ഇത് സ്വന്തം അച്ഛനമ്മയുടെ എന്റെ വാപ്പയുടെ പേര് സാബ്ജാൻ. സാബ്ജാൻ. ഇൻസ്റ്റാഗ്രാം ഐഡി തന്നെ അലി സാബ്ജാൻ എന്നാണ്. ഓക്കെ നൈസ്. ഇച്ചിരി പേരിടുമ്പോ ഇച്ചിരി പാട്ട് പാടാനുണ്ടോ? പാട്ട് പാടാറില്ല, അഭിനയിക്കാറാണ്. ചേട്ടനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല കഴിവുകളുണ്ട്. അല്ല, എന്നാ ഞാൻ നിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങളെ പല വീഡിയോസിലായിട്ട് നിങ്ങൾ പല ഒഫൻസീവ് വാക്കുകൾ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കുന്നു, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അങ്കിൾ ആന്റി നിങ്ങളിത് കാണാറില്ല ഇവരിങ്ങനെ ഉപയോഗിക്കുന്നത്? ഞങ്ങളിപ്പോ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ബാഡ് വേർഡ്സ് ഇല്ല. സൗണ്ടേ ഇല്ല, സൗണ്ട് ഇല്ല, സ്ലോ മോഷനാ. ഞങ്ങളുടെ വീഡിയോസിൽ ഇപ്പൊ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഒരുപാട് കുറച്ച് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ 2 എന്നുള്ളത് നമുക്ക് കൊടുക്കില്ല. അതുണ്ടല്ലോ MI അതിപ്പം നമ്മളെ കൂട്ടുകാരെ തമ്മിലല്ലേ? അത് മാത്രം അല്ല, വേറൊരു വാക്കുകളും ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടി ഒന്നും പറയുന്നത് അല്ല. അങ്ങനല്ല, നമ്മളൊരു രീതിയിൽ ഇപ്പം അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉപയോഗിച്ച് ഇത് പറയുന്നെങ്കിലും നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളൂ. നമ്മളിപ്പോ നാടകത്തിലോ സിനിമയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വാക്ക് പറയുന്നെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കത്തില്ലല്ലോ. നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ പ്രാധാന്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ ഈ ചീത്തവിളി എന്ന് വെച്ചാൽ ഭയങ്കര കഠിനമായ ചീത്തവിളികൾ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അത് ഞാൻ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചുപേര് ഏകദേശം എല്ലാവരും ഒരുവിധം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്റെ വീഡിയോയിൽ വലിയ ചീത്ത ഇല്ല, അല്ലമ്മന്റെ വീഡിയോയിൽ വലിയ ചീത്തയായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ഈ ഒരു വാക്ക് ഇടയ്ക്ക് ഒരു വീഡിയോ, അതാണ് ഞാൻ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞത്. ഈ ഒരു വാക്ക് മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഈ സിനിമയിൽ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളെ വീഡിയോക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇത് വരുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തലയ്ക്ക് കയറാൻ വരുന്നത്. ഈ സിനിമയിൽ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവര് അതെ അതെ സിനിമ എന്നാ മാതാപിതാക്കളെല്ലാം പോയിരുന്ന് കാണുന്നില്ലേ, കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കാണുന്നു. ആ ഒരു സെൻസിൽ എടുത്താൽ മതി. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാന്ന്. ഓക്കെ, അങ്ങനെയാണ് ആന്റി ചില വീഡിയോയിൽ ഇവര് സിഗരറ്റ് വലിക്കുന്നതൊക്കെ കാണിക്കുന്നില്ല. അപ്പൊ ആന്റി അയ്യോ എന്റെ മകന് വലിക്കാൻ അറിയോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ആന്റി? സിനിമയിലൊക്കെ ഓരോ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവര് വലിക്കുന്നവരാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ജീവിതമാണ്. ദുൽഖർ സൽമാൻ സിഗരറ്റ് വലിക്കുന്നില്ലേ, വെള്ളം അടിക്കുന്ന കാണിക്കുന്നില്ലേ, സിഗരറ്റ്. അപ്പൊ അത് മമ്മൂട്ടി പോയിരുന്ന സിനിമ കാണത്തില്ലേ? അപ്പൊ അദ്ദേഹത്തിന് അയ്യേ പൊങ്ങണ്ട, ഞാൻ ദുൽഖർ സൽമാനെ നിന്നായിട്ട് ഒരിക്കലും കമ്പയർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനൊക്കെ പറഞ്ഞാൽ മഹാനടന്മാരാണ്. ഞാൻ അതന്നെ പറഞ്ഞത്. അതന്നെ മഹാനടനായ ജീവിതമാണത്, അഭിനയം. തിലകനും ഷെന്നി തിലകനും എന്തെല്ലാം രീതിയിൽ അങ്ങോട്ടും ഡാ പോടാന്നൊക്കെ വിളിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളും അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. സിജോയി തന്നെ അങ്ങനെ വിളിച്ച് അഭിനയിച്ച വീഡിയോകളൊക്കെ ഉണ്ട്. ഒരു വീഡിയോയിലുണ്ട്. നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ നമ്മള് ക്യാരക്ടറായിട്ടാ കാണുന്നത്. അതെ അതെ അതെ, ഒരിക്കലും അച്ഛനമ്മയുടെ പരിപാടി നടക്കത്തില്ല. നമ്മളെ ക്യാരക്ടറായിട്ട് ചെയ്യുന്നു മാത്രമേ. വിളിക്കണ്ട എന്നുള്ള ആവശ്യം നമുക്കതൊരു മോശമായിട്ട് തോന്നും. ചെയ്യണമെന്ന് വെച്ചോ, അഭിനയം വിളിക്കണമെന്നൊരു സംഭവം ഉണ്ടെന്ന് വെച്ചോ, അത് നമ്മുടെ കണ്ടന്റിന് ആവശ്യമായിട്ടുള്ള കാര്യം മാത്രമേ ഇടുന്നുള്ളൂ. നമ്മളിപ്പം ഓരോ വീഡിയോ ചെയ്യുമ്പോഴേ മാക്സിമം അതിന്റെ ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഒരു മിനിറ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 6-7 ലൊക്കേഷനിൽ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളൊരു ഇത് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം എവിടെയെങ്കിലും പോകും. പക്ഷേ അതൊരു മോശമായിട്ട് വിചാരിക്കായിരിക്കും. ഇപ്പോൾ ചിലപ്പം ഒരു ചെറിയ ചീത്തയാണെങ്കിൽ അതൊരു വീഡിയോയുടെ കംപ്ലീറ്റിന് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അമ്മ അച്ഛനായിട്ട് ഇപ്പോൾ സൈക്കോ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ആ ഒരു ക്യാരക്ടറായിട്ട് കാണാതിരിക്കും. നമ്മളെ വീഡിയോയുടെ കംപ്ലീറ്റ് അതിനൊരു എഫേർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും. വീഡിയോ ആയിട്ട് കാണുക, റിയൽ ലൈഫ്. പിന്നെ ഒരു ആഗ്രഹം വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല കണ്ടന്റും നല്ല രീതിയിൽ വേഷമൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് പോലുള്ള സംഭവങ്ങൾ അച്ഛന് അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം. കാര്യം തന്നെ എത്ര വർഷമായിട്ട്
സിനിമയെ സ്വപ്നം കണ്ട് നടക്കുന്ന അല്ല, ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് നമ്മളിപ്പം കഴിവുള്ളവരുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഓട്ടം വരെ കളഞ്ഞിട്ട് പുള്ളി അഭിനയിക്കാൻ നിൽക്കും. അപ്പൊ നല്ലൊരു അത്രത്തോളം വേദിയല്ലേ? പാഷനും ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതിപ്പോ ആരെങ്കിലും കാണുന്നെങ്കിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പുള്ളിയെങ്കിലും ഒന്ന് ഒരു സിനിമയിലൊന്ന് കാണിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇത് നല്ലൊരു അവസരമാണ്. എല്ലാവർക്കും അത് പ്രേരണ. അവരുടെ എല്ലാവരും കഴിവുള്ളവരുണ്ടല്ലോ. കഴിവുള്ളവർക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. പോലീസുകാരനൊക്കെ ആക്കാൻ പറ്റിയ ക്യാരക്ടർ എല്ലാ ക്യാരക്ടറും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന എല്ലാ ക്യാരക്ടറും ചെയ്യും. മൈക്ക് ഉണ്ടോ? എനിവേ അതുപോലെ തന്നെ ആൻറ്റി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവൻ കള്ളു കുടിച്ചിട്ട് കയറി അങ്കിളുടെ മുമ്പിലാവുന്നത്. അതാണ് മറ്റേ ബ്രഹ്മയുഗത്തിന് കൊടുമോൺ പറ്റി പാട്ട് പാടാൻ പറയുന്നത്. അതുപോലെ ശരിക്കും എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ? ഒന്ന് ലിക്കറൊക്കെ കഴിച്ച്? അത് ആൻറ്റി പറയാൻ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടില്ല. ഇല്ല, പിടിക്കാതിരിക്കാനുള്ള ട്രിക്കൊക്കെ നമുക്ക് പിടിച്ചിട്ടില്ല. ഇല്ലല്ല. ആ ഒരു ഇതിപ്പോ നമ്മള് വീഡിയോയിലല്ലേ ചെയ്യുന്നത്. റിയൽ ലൈഫിൽ അത് വരുമ്പോ നമ്മൾ ആ രീതിയിൽ നമുക്ക് പ്രതികരിക്കും. അടിക്കുകയാണെങ്കിൽ അടിക്കുക അടി തന്നെ കൊടുക്കും. ഇപ്പോഴും അടി കൊടുക്കാൻ വഴക്കുറയൊക്കെ ചെയ്യും. അടി കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അമ്മ അടി കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ടെന്ന് വെച്ചാല് ഒരു 2 വർഷത്തിന് മുമ്പ് നല്ല രീതിയിൽ അടി കൊടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു അടി കൊടുത്തത്? എന്തോ ഒരു സംതിങ് എന്തോ പറഞ്ഞ് സംസാരിച്ച എല്ലാവർക്കും അടിയൊക്കെ കിട്ടുന്നു. സുജ അടി കൊടുക്കും. അടിയും മഴക്കുറയും ഞാൻ നിങ്ങളെ എല്ലാരെയും കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കൊക്കെ എന്താടാ CBSE കിഡ്സിനോട് ഇത്ര പ്രശ്നം? I am a CBSE kid. What's wrong with you? എന്താ ഞാൻ എന്റെ ഡാഡിയോട് കംപ്ലൈന്റ് ചെയ്യും. നമ്മളൊക്കെ അല്ല സ്റ്റേറ്റ് സ്കൂളിൽ കഞ്ഞിയും പയറും കൂട്ടി കുഴച്ച് അടിച്ചോട്ടം കളിച്ച് വളർന്ന നിങ്ങൾക്കൊക്കെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് അറിയാവോ? പുളിക്കുത്ത് കളിക്കാൻ അറിയാം. ബിസ്ക്കറ്റ് കളി അറിയാമോ? ഞങ്ങള് കളിക്കാറുണ്ട്. CBSE എന്ന് പറയുന്നത് ഇത്ര അപമാനമാണോ നിങ്ങൾക്ക്? ഞങ്ങള് CBSE പിള്ളേരെ അറിയത്തില്ല നിങ്ങൾക്ക്. CBSE അപമാനമൊന്നുമല്ല. CBSE പഠിച്ചാൽ മലയാളം പറയുമ്പം വ്യക്തമായിട്ട് മലയാളം പറഞ്ഞാൽ മതി. ഈ വിഷയമില്ല. നമുക്കറിയായിരിക്കും. പക്ഷെ എല്ലാവരും അറിയാം. എല്ലാവരും അങ്ങനെ നമ്മള് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന ഇപ്പൊ CBSE കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നില്ല. വീഡിയോ ചെയ്യുമ്പോ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി. ഒരു മിനിറ്റുള്ള 1.5 മിനിറ്റുള്ള എന്റർടൈൻമെന്റ്. അതെ അതെ, അവർക്കത് രസകരമായിട്ട് തോന്നി അവരൊന്ന് എൻജോയ് ചെയ്യും. പഠിച്ചൊരു പയ്യനാണ്. ആരെയും ഒരു ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഒരു CBSE സ്കൂളിൽ പഠിച്ച പയ്യനാണ് ഞാൻ. CBSE അതല്ല ഇവിടെ ഇപ്പൊ പ്രധാനം. CBSE സ്കൂളാണോ സർക്കാരാണോ? ഞാൻ സർക്കാർ സ്കൂളിൽ സർക്കാർ സ്കൂളിൽ CBSE സ്കൂളൊക്കെ കണക്കാണ്. പിന്നെ CBSE ഇച്ചിരി ഇംഗ്ലീഷ് അറിയാൻ കുറച്ച് പിള്ളേര് നിങ്ങളെ കണക്കത്തെ പിള്ളേര്. അല്ല എന്താ പറയാ, നമ്മളിപ്പോ ലോക്കലായി മീൻസ് സർക്കാർ പഠിച്ചതിന്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മള് CBSE സർക്കാർ ഇട്ടിട്ട് പോയപ്പോ കിടന്ന് കാണിക്കുന്നത്. ഞാനൊരു കേക്ക് തിന്ന് എനിക്ക് ഷുഗർ വന്ന് ഡയബറ്റിക്സ് ആയിട്ട് മരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഞാൻ ഇനി ഒരു ഗെയിമിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മളെ നീ ആദ്യം ചാടും കേട്ടാ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 seconds എന്നാണ് ഗെയിമിന്റെ പേര്. ഞാൻ
ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം 5 സെക്കൻഡിനുള്ളിൽ ഉത്തരം തരണം. കളക്റ്റീവായിട്ട് പറയാവുന്നതാണ്. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഉറങ്ങും. കഴിഞ്ഞല്ലേ? ഇനി അടുത്ത നിങ്ങൾ രണ്ടുപേരും പറയുന്നതാണ്. എന്നും മുടങ്ങാതെ ഉപയോഗിക്കുന്ന 3 സോഷ്യൽ മീഡിയ ആപ്സ്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്. ഓ, അമ്മ എന്തോ യൂട്യൂബർ. മക്കളെ അടുക്കള പണി ഞാൻ വെരി ഗുഡ്. അടുത്തത് വളരെയധികം കഴിവുള്ള, അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴിവേറിയ നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കാൻ പറ്റിയ 3 പേരുകൾ. പറയടാ അഭിമന്യു, പറയടാ തമ്മ, പറയടാ വേഗം പറയടാ. ഓക്കെ, സമയം തുടങ്ങാണ്. കഴിവേറെയുള്ള നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കാൻ പറ്റിയ 3 പേരുകൾ പെട്ടെന്ന്. ഹരിഹരൻ. ബോയ് ആൻഡ് ബാഡ് ബോയ്. ടാലന്റഡ് ബോയ്. കേട്ടില്ല. ടാലന്റഡ് ബോയ്. ബോയ്. അടുത്തത് CBSE പിള്ളേരും സ്റ്റേറ്റ് പിള്ളേരും തമ്മിലുള്ള 3 വ്യത്യാസം. മലയാളം അറിയാം, വായിക്കാൻ അറിയാം, തെറി വിളിക്കും. തഗ് മറുപടി. അത്ര ക്വിക്ക് ആൻസർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിന് നിങ്ങള് പറഞ്ഞോ. ഓക്കെ, ഇത്തിരി കുഴപ്പിക്കുന്ന ചോദ്യമാ. ആ, ഒരു ദിവസം നിങ്ങൾ മുടങ്ങാതെ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഹലോ ഹലോ, പറഞ്ഞ ഉത്തരങ്ങളല്ല, ഫ്രഷ് പറഞ്ഞു. വായി നോക്കും, പിന്നെ വീട്ടിൽ കിടക്കും, പെമ്പിളർക്ക് മെസ്സേജ് അയക്കും. ഡെയിലി ഇവൻ ഉറങ്ങും. എല്ലാ ദിവസവും അയക്കോ? പിന്നെ പെമ്പിളർക്ക് മെസ്സേജ് അത് ഞാൻ മറന്നു. പ്രേമചിന്തകന്റെ കാര്യം ഞാൻ മറന്നു. അടുത്തത് എടാ അജു, നിങ്ങള് അങ്ങളെ ഓക്കെ, കൊല്ലംകാരുടെ 3 പ്രത്യേക സ്വഭാവങ്ങൾ. നല്ല മനസ്സ്, പിന്നെ നല്ല തന്റെ ഇടമായിരിക്കും. അതെ, പിന്നെ ജോലി ചെയ്യാനുള്ള കഴിവ്. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചാറ്റ് ഇനി എന്റെ ചോദ്യമില്ല. ആ കുട്ടിയെ കൊണ്ടുവരുമ്പോ കൊണ്ടുവരാം കേട്ടോ. അത് അപ്പം എന്തായാലും വളരെ രസമായിരുന്നു. കൊല്ലം യൂട്യൂബേഴ്സിന്റെ കൂടെയുള്ള ഒരു സായനം എന്ന് പറയുന്നത് ആണല്ലേ. So let's go home guys. വേണ്ട, വെള്ളം കഴിച്ചിട്ട് എല്ലാരും പേര് ചോദിച്ചായിരുന്നു. ചോദിച്ചില്ലേ? ഇത് നമ്മുടെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഒരു പയ്യനാണ്. ഇവൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. ഒരു കഴിവുള്ള പയ്യനാ, എല്ലാ വീഡിയോ ക്ഷമയാണ് അവന്റെ മെയിൻ സാധനം. ഇവരെ ആരാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്ന? ഇവരില് ഒരു സെക്കൻഡ് ഡയലോഗ് കൊടുത്ത 1 മിനിറ്റ്. അമ്മ ഒറ്റടേക്കില്ല. അടിപൊളി. അമ്മ അച്ഛനും ഒറ്റടേക്കാ. ഇവന് ഇച്ചിരി ലെങ്ത് കൂടുതൽ. എനിക്ക് ഒരു ടേക്ക് ചെയ്യും, പക്ഷെ ഞാൻ ഇത്ര ഡയലോഗ് ഉള്ളെങ്കിൽ അത് ലെങ്ത് ആക്കും. മീൻസ് ഇവരെങ്ങനെയാ വീട്ടിൽ റൊമാൻറ്റിക് ആണോ? അങ്ങോട്ട് ശത്രുക്കളാ. ഒരാൾ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നപ്പോഴും റൊമാൻറ്റിക് ആയിരുന്നു. ആണല്ലേ? സിജ പറയടാ. അമ്മ ആന്റിക്ക് നാണം വരുന്ന ആന്റി പറ്റി 2 വാക്ക് പറയാനുണ്ട്. കുളിക്കത്തില്ല. ഞാൻ പറയാം, കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല. എല്ലാവരും അരിയണ്ണ എന്റെ അടുത്ത് പറയാൻ അതിനെ പറ്റി 2 വാക്ക്. നീ കായിക്കാൻ വേണ്ട, കായലിന് വിഷം. ഒരു വിഷമമുള്ള കാര്യമുണ്ട്. ഇവൻ തൃശ്ശൂര് പോവുകയാണ് തിരിച്ച്. ഞങ്ങളെ ആര് വിളിച്ച ഈ കൂടുതൽ ആര് വിളിച്ചാലും ആദ്യം
എല്ലാവരോടും വീഡിയോ ചെല്ലുന്ന ഇവനാണ്. പക്ഷെ അഞ്ചാറിനെ കമ്മിറ്റ് ചെയ്തിട്ടേ പോത്തോളൂ. ഇവിടെ നിൽക്കും കൊല്ലട നിൽക്കും. നമ്മളിപ്പോ ഒരു ദിവസം 5 ക്രിയേറ്റർമാർ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് തന്നെ 5 ഇടത്ത് കേൾക്കും, എന്നിട്ട് 5 പേരെ തെറിയേക്കും. ആ ഒരു വ്യക്തിയാണ് ഹരിഹരൻ. പക്ഷേ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് രാത്രിയാവും. 5 പേരും തീരും. മാറ്റും. അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഓടി വരും. സ്ഥിരം അമ്മക്ക് തെറി വിളിക്കാനും ഊക്ക് കൊടുക്കാനും എല്ലാത്തിനും ഏറെ കേട്ടില്ല അവന് വിഷമോ. അവന് നമ്മളെ തെറിവിളി കേൾക്കണം, അല്ലെങ്കിൽ വന്നിട്ട് എന്തൊക്കെ ഒന്നും ഉണ്ടാത്ത വിഷം എന്റെ അടുത്ത് ദേഷ്യമുണ്ട് നിങ്ങൾ തെറിവിളി. പക്ഷെ അവനെ ഭയങ്കര ബുദ്ധിയാ. അവൻ സ്വന്തമായിട്ട് അക്കൗണ്ട് തുടങ്ങി ചാനൽ അപ്ലോഡ് ചെയ്യാതെ അവരറിയാം ഇതാകുമ്പോഴത്തേ ഒരാളെ മാത്രം അവന് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോഴത്തേ 5 പേരെ 5 ഫെയിം കിട്ടും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്നിടത്തെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തമായിട്ട് അക്കൗണ്ട് തുടങ്ങുക. അവന്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞാണ് തുടങ്ങാൻ. ഇപ്പൊ അവന് അക്കൗണ്ട് ഒന്നും ഇല്ല. ഇനിയിപ്പോ തൃശ്ശൂർ പോയിട്ട് നീ കൊല്ലത്ത് എന്റെ വീട്ടിനവിടെ കിടത്താന്ന് പറഞ്ഞു റൂമില് സൈഡിലെല്ലാം. ആഴ്ചയിലോ എല്ലാ ആഴ്ച ഓരോരുത്തരെ വീട്ടിൽ അതായിരിക്കും. ഓക്കെ, ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ബിഫോർ വൈൻഡിങ് അപ്പ്. നമ്മൾക്ക് ഇപ്പം ഒത്തിരി വീഡിയോ ചെയ്ത് ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ട്. What do you guys do with this money? we don't have that plan to find out. Tell me. Yeah, you guys tell me. വേണമെങ്കിൽ ഞങ്ങളുടെ ബാലൻസ് എടുത്ത് കാണിച്ചു എന്റെ അക്കൗണ്ടിൽ 20 രൂപ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ട് പോണ്ടി വരും. ഗയ്സ് നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും മിഡിൽ ക്ലാസ്സിന് താഴെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. അതിനെ കൂലിപ്പണിക്ക്, അതിനെ കാറ്ററിംഗ് വർക്ക്, അതിനൊക്കെ ഇതിനൊക്കെ പെയിന്റ് അടി, അതിനൊക്കെ ഇപ്പോഴുള്ള ജോലികളൊന്നുമില്ല. എല്ലാം ചെയ്ത ആൾക്കാരാണ്. കൊട്ടാൻ പോകും, തമ്പലോട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട്, എല്ലാ കാറ്ററിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഏർണിങ്സിന് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വരുന്നുണ്ട്. അപ്പോൾ വല്ലതും കിട്ടിയാലേ. പക്ഷെ അത് ഇടുമ്പോൾ നമ്മൾ അക്കൗണ്ട് ഡൗൺ ആയി പോകും. നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ട് അക്കൗണ്ട് ആഡ് ഇടുമ്പോൾ. പിന്നെ നമ്മൾ 5-6 വീഡിയോ ഇട്ട് കയറ്റി വരുമ്പം വീണ്ടും നമുക്ക് എന്തെങ്കിലും ചിലവിനൊരു ആഡ് ഇടുമ്പോൾ വീണ്ടും എന്തെങ്കിലും കിട്ടും. വീട് ചിലവ്, കറണ്ട് ബില്ല്, വാടക, അങ്ങനത്തെ ഓരോ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം ലെവൽ ചെയ്ത് പോകണ്ട. പക്ഷെ ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. സേവിങ്സ് ഒന്നുമില്ല. എല്ലാം നടന്നു പോകുന്നുണ്ട്. എന്താണ് അപ്പൊ ഭാവി പ്ലാൻ? സിനിമയിൽ കയറണം. സിനിമയിൽ കയറാൻ പറയുന്നത് ഇപ്പൊ കൂടി കയറിയ എല്ലാവർക്കും ഓരോരോ കഴിവുണ്ട്. അവരുടെ കഴിവ് കാണിക്കാൻ പറ്റുന്ന ഒരു വേദി കിട്ടണം. അത് കിട്ടിയാൽ ബാക്കി എല്ലാത്തിനും കഴിവുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങളടുത്ത് സംസാരിച്ചിരുന്നത്. ഇനി വരരുത് കേട്ടോ. അവിടുന്ന് വലിഞ്ഞു കയറി ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്ത മീനാക്ഷിക്കും പിന്നെ ക്യാമറ ആരൊക്കെ, ആദർശ് ആൻഡ് മനു. അതെ, ആദർശും മനുവിനും കൊച്ചിയിൽ കൂടെ വന്ന് ഞങ്ങളെ സഹിച്ചതിന് നന്ദി. ഇല്ല ഇറ്റ് വാസ് our pleasure. എന്തായാലും ജീപ്പി റൈഡർ വെറുതെ പറഞ്ഞതാ കേട്ടോ. സ്നേഹം കൊണ്ട് പെണങ്ങല്ലടാ. അപ്പം ആന്റി നല്ല ചക്കര ആന്റി കേട്ടോ. ചുമ്മാ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ചുമ്മാ സീരിയസ് ആയിട്ട് എന്തോ പറഞ്ഞേ. എനിക്ക് വേണ്ടി അജു ഗോവയിലേക്ക് ഇറങ്ങുന്നറിയാം. അജു കണ്ടിപ്പിടിയതാ. എന്റെ ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചില്ലോ അവരുടെ പെണ്ണെന്ന് പറയുന്നത്. അത് കിട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുകൂടെ വേണം ഡബ് തരുക. എന്താടാ അതിന്റെ പെണ്ണെന്ന് പറയുന്നത്? നിനക്ക് മിണ്ടായിരിക്കും. എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ നല്ല ഊക്ക് കൊടുക്കുക. സ്ഥിരം ഊക്ക്. നിങ്ങൾക്കൊരു പാട്ടിട്ട് തരാം. നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കളിക്കും. നമ്മൾ ഡാൻസ് കളിക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇന്റർവ്യൂടെ വൈൻഡപ്പ് ആണ്. താങ്ക് യു സോ മച്ച്. നല്ല ഡാൻസറാണ്. ഞാൻ മിക്ക പരിപാടികളിലും പിടിച്ചിരിക്കുന്ന പയ്യനെ കാരണമാണ്. കൂവലിടുന്ന പരിപാടിക്കെല്ലാം ലാസ്റ്റ് ഒരു പാട്ടോട് പയ്യനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. അപ്പൊ എല്ലാവരും കൈയടിക്കും. അപ്പൊ എന്തായാലും ഒന്ന് കൈയടിക്കിട്ടു. കൊല്ലം യൂട്യൂബ് നമ്മളെ വീക്ക് വ്ലോഗ് വന്നിട്ടില്ല, ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് പുഴുത്ത വിളി ഞാൻ വിളിക്കും ഉറപ്പാണ്. 2 മണിവരെ 2-3 മണിവരെ കിടന്ന് ഉറങ്ങും. ഇത്ര ആൾക്കാരായിട്ട് ഇരിക്കാൻ തന്നെ വലിയ ശരിയാണ്. അപ്പം എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ ഷോ. ഇവരെ നിങ്ങൾ എപ്പോഴും യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കാണുന്ന ഈ മുഖങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയതിൽ ജാങ്കോ സ്പേസ് ഇസ് സോ ഹാപ്പി. സോ ഐ വിൽ കാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് ഇന്റർവ്യൂ. Until then, this is Meenakshi Sudhir signing off. Bye. Love you all.